വെൽക്കം ടു NCMS ഗ്രൂപ്പ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RBI പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസിനെ കുറിച്ചാണ്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ദെൻ റിപ്പോ റേറ്റ്, ദെൻ ബാങ്ക് റേറ്റ്, ദെൻ റിവേഴ്സ് റിപ്പോ റേറ്റ്, ദെൻ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് റിസർവ് റേഷ്യോയെ കുറിച്ചും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കുറിച്ചുമാണ്. എങ്ങനെയാണ് എക്കോണമിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്ന് പറയാം. സോ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ബാങ്കുകൾ RBIയിൽ പോയിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു ബാങ്കിന് 1000 കോടി ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ RBI പ്രിസ്ക്രൈബ് ചെയ്യുന്നത് 5% ആണ് എന്നുണ്ടെങ്കിൽ 50 കോടി രൂപ ഈ ബാങ്കുകൾ എന്ത് ചെയ്യണം, RBIയിൽ പോയിട്ട് മണി കീപ്പ് ചെയ്യണം. സോ ദാറ്റ്സ് വാട്ട് ആക്ച്വലി ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. യെസ്, ഇവിടെ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 1000 കോടി രൂപയാണ്. 1000 കോടി രൂപ, അതായത് ബാങ്കിന്റെ ടൈം ഡെപ്പോസിറ്റ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. RBI ഫിക്സ് ചെയ്തിട്ടുള്ള CRR പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, CRR റേറ്റ് എന്ന് പറയുന്നത് 4% ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 1000 കോടി രൂപയുടെ 4% ബാങ്കുകൾ എന്ത് ചെയ്യണം, RBIയിൽ പോയിട്ട് കീപ്പ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് 40 crores. അങ്ങനെയാണെങ്കിൽ ബാങ്കിന് പിന്നെ ലെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണ് വരുന്നത്, 960 crores. So a portion of deposit that bank must keep with RBI, ആ റേറ്റിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ ദിസ് CRR will affect the economy, അല്ലെ? ശരിക്കും ഇൻഫ്ലേഷൻ സമയത്താണ് RBI ആക്ച്വലി CRR ഒക്കെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, RBI കറന്റ്ലി CRR 5% ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ RBI അതൊരു 2% ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും ആ 2% എമൗണ്ട്, അത്രയും എമൗണ്ട് ബാങ്കുകൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആയിട്ട് RBIയിൽ കീപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1000 കോടി രൂപയാണ് നമ്മുടെ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് എന്നുണ്ടെങ്കിൽ കറന്റ്ലി 3% ആണ് CRR എന്നുണ്ടെങ്കിൽ, അതായത് 30 കോടി രൂപ കറന്റ്ലി ബാങ്ക് RBIയിൽ പോയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ RBI ആ ഒരു CRR ഹൈക്ക് ചെയ്യാൻ പോവുകയാണ്, ഏകദേശം ഒരു 1% ഇൻക്രീസ് ചെയ്തു, അതായത് 4% ആക്കി. അങ്ങനെയാണെങ്കിൽ 10 കോടി രൂപ എക്സ്ട്രാ ബാങ്കുകൾ RBIയിൽ പോയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. അതായത് പബ്ലിക്കിലോട്ട് ബാങ്കുകൾ ലെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ് ആക്ച്വലി ഈ 10 കോടി, അല്ലെ, ഈ എക്സ്ട്രാ 10 കോടി. ഈ എമൗണ്ട് എങ്ങോട്ടാ പോകുന്നത്, RBIയിലോട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ RBIക്ക് ബാങ്കുകൾ പബ്ലിക്കിനോട്ട് ലെൻഡ് ചെയ്യുന്ന എമൗണ്ടുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ബാങ്കുകളെ RBIക്ക് മണി ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി സെയിം കൈൻഡ് ഓഫ് ഒരു ഓപ്പറേഷൻ തന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിലും സംഭവിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിക്വിഡ് അസറ്റിനെ, അതായത് ബാങ്കിന്റെ അസറ്റിനെ ലിക്വിഡ് അസറ്റിലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ബാങ്കിന് ഒരു 1000 crores ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ലിക്വിഡ് ഫോമിലായിട്ട് ബാങ്ക് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് RBI പറയുന്നത്. നമുക്ക് ആദ്യം ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം, അല്ലെ? ഇറ്റ് ഇസ് എ എമൗണ്ട് എ കൊമേഴ്ഷ്യൽ ബാങ്ക് നീഡ്സ് ടു മെയിൻറ്റെയിൻ minimum proportion of their net demand and time liabilities as liquid assets. Liquid assets എന്ന് പറയുമ്പോൾ ക്യാഷ്, ഗോൾഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ബാങ്കിന്റെ കയ്യിൽ 2000 കോടി രൂപയുടെ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ബാങ്കിന്റെ കയ്യിൽ 2000 കോടി ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ RBI ഫിക്സ് ചെയ്തിട്ടുള്ള SLR പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 18%. ഓക്കെ, അപ്പോ ഈ 2000 കോടിയുടെ 18% എത്രയാണ്, 360 കോടി രൂപ, അല്ലെ? 360 കോടി രൂപ. അപ്പൊ ഈ 2000-ൽ നിന്നും ഈ 360 കോടി രൂപ കഴിച്ച് ബാക്കി മാത്രമാണ് ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്കോണമിയിൽ അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണോ CRR ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യുന്നത്, അതേ എഫക്ട് തന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോഴും എക്കോണമിയിൽ എഫക്ട് ആവുന്നത്. ഓക്കെ, താങ്ക് യു.